ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാം തിരുവചനം. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന, ആത്മീയമായി ഉന്നതിയിൽ നിൽക്കുന്ന ആർക്കും സംഭവിക്കാവുന്ന ഒരു തെറ്റ്, സ്വയം ദൈവത്തിന് മുൻപിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറുതായെങ്കിലും അഹങ്കരിച്ച് നാം പിന്തുടരുന്ന ദൈവകൽപ്പനകളിൽ സ്വയം സംതൃപ്തനായി മുടങ്ങാതെ ദൈവാരാധനകളിലും ദൈവ ശുശ്രൂഷയിലും പങ്കുചേരുന്ന ആർക്കും വരാവുന്ന ഒരു അബദ്ധം, സ്വയം സാധൂകരിക്കുന്ന സന്ദർഭങ്ങൾ. ഇവിടെ ഈ നിയമജ്ഞനും യേശുവിൻ്റെ മുൻപിൽ അങ്ങനെ ഒരബദ്ധം പറ്റുന്ന സമയം. എല്ലാം പഠിച്ചിട്ടുള്ള, എല്ലാം അറിയുന്ന തനിക്ക് ഇനി ഈ യേശുവിന് എന്താണ് തന്നോട് കൂടുതലായി ദൈവകൽപ്പനയിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരുവാനുള്ളത് എന്ന് യേശുവിനെ പരീക്ഷിക്കുവാനായി ചോദിക്കുന്ന ചോദ്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുള്ള നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിലെ എൻ്റെ അയൽക്കാരൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിക്കുന്ന സമയം. ആ ലോയർക്ക് അതിനുള്ള ഉത്തരം അറിയാഞ്ഞിട്ടല്ല എങ്കിലും താൻ ഇതുവരെ ആരെയെല്ലാമാണോ തൻ്റെ അയൽക്കാരനായി കണ്ടിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത്, അതിലും അധികമായി ഇനി ഞാൻ ആരെയെങ്കിലും അയൽക്കാരനായി സ്നേഹിക്കേണ്ടതുണ്ടോ? നിയമജ്ഞനായ തന്നോട് ഇനിയും കൂടുതലായി തൻ്റെ അയൽക്കാരനായി ആരെങ്കിലും തനിക്ക് കാണിച്ചു തരുവാനുണ്ടോ എന്ന് യേശുവിനെ പരീക്ഷിക്കുവാനും കൂട്ടത്തിൽ സ്വയം ഒന്ന് സാധൂകരിക്കുവാനുമായി, സെൽഫ് ജസ്റ്റിഫിക്കേഷനുമായി ചോദിക്കുന്ന ചോദ്യം. എന്തു തന്നെയായാലും ഒരുപക്ഷെ യേശു ആ ചോദ്യം വളരെ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നമുക്കെല്ലാവർക്കും ആരാണ് ഒരു നല്ല സമരിയക്കാരൻ എന്ന ഉപമ പറഞ്ഞു തരുവാനായി ഇടവന്ന ചോദ്യം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ്റെ സമയം വരാറുണ്ടോ? പ്രത്യേകിച്ച് ദൈവത്തോടും നമ്മുടെ സഹോദരന്മാരോടും ഒരുപക്ഷെ നമ്മുടെ അത്ര നല്ലവനല്ലാത്ത അയൽക്കാരനോടും എത്രയോ തവണ നാം ആണ് ശരി, നാം മാത്രമാണ് ശരി എന്ന് സ്വയം പറഞ്ഞ എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? മറ്റുള്ളവരെ കേൾക്കുവാനോ അവരെ ബഹുമാനിക്കുവാനോ അവർക്കെന്താണ് പറയുവാനുള്ളത്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാൻ പോലും ശ്രമിക്കാതെ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകളെ അവരുടെ മുൻപിൽ കൊട്ടിയടയ്ക്കുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ. നിൻ്റെ അയൽക്കാരനെയും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന കൽപ്പന നമ്മിൽ നാം അറിയാതെ തോറ്റുപോകുന്ന സന്ദർഭങ്ങൾ. നമ്മുടെ സ്വന്തം ജസ്റ്റിഫിക്കേഷനിലും സാധൂകരണത്തിനും മുതിരാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ അത്ര നല്ല ബന്ധമില്ലാത്ത, ഒരുപക്ഷെ ശത്രു തന്നെ ആയിരിക്കുന്ന അയൽക്കാരൻ്റെ മുന്നിലും ദൈവ സ്നേഹമുള്ള ഒരു വ്യക്തിയായി ആ അയൽക്കാരൻ എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ചെയ്തു കൊടുക്കുവാൻ, ഒരുപക്ഷെ ആ അയൽക്കാരന് എന്താണോ നമ്മോട് ആവശ്യപ്പെടാതെ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നത് അത് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.